പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സുഭാഷിതങ്ങൾ 8:21. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിക്കുന്നു. തിരുഹൃദയത്തിലെ മുഴുവൻ നന്മകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സേവർഖാൻ വട്ടാലിച്ചൻ്റെ ഒരു ആത്മീയ കൂട്ടായ്മയിൽ ആത്മീയ അനുഗ്രഹത്തിലാണ് നമ്മൾ ഈ ശുശ്രൂഷകളെല്ലാം ആരംഭിക്കുന്നത്. ഇന്ന് കർത്താവ് ആമുഖത്തിൽ തന്ന അനുഗ്രഹീതമായ വചനം, ആ വചനം നല്ലൊരു വചനമാണ്. എല്ലാ വചനവും നല്ല വചനമാണ്, എന്നാലും ഇത് നല്ലൊരു കൃപയുള്ള ഒരു വചനമാണ്. വചനം ഇതാണ്, കർത്താവ് വെളിപ്പെടുത്തുകയാണ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. കർത്താവിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ കർത്താവ് നമ്മളെ സമ്പന്നരാക്കും, നമ്മുടെ ഭണ്ഡാരം നിറയ്ക്കും. ഹൃദയമാണ് വേണം ഭണ്ഡാരം നമുക്ക് വ്യാഖ്യാനിക്കാം. ഈ ഹൃദയത്തിലേക്ക് വലിയ സമ്പത്ത് നിറയ്ക്കും. സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, ഈശോ മിശിഹ നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാകുന്ന സമ്പത്തിനെ നിറയ്ക്കും. വചനമാകുന്ന സമ്പത്ത് കർത്താവ് നമ്മുടെ മേൽ നിറയ്ക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി ഭൗതിക അനുഗ്രഹങ്ങൾ അത് ധാരാളം, ഭൗതിക അനുഗ്രഹങ്ങൾ ധാരാളം കർത്താവ് നൽകും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ കുട്ടികളും മുതിർന്നവരും യുവതി യുവാക്കളും എല്ലാവരും ചേർന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ വലിയ സ്നേഹത്തോടെ ആരാധിക്കുകയാണ്. ഈ സമയത്ത് പരിശുദ്ധാത്മാവാകുന്ന സമ്പത്ത് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയും. വചനമാകുന്ന സമ്പത്ത് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയും. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, കർത്താവേ ആരാധന, 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 ആരാധന. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ, കൈകളടിച്ച് കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ, ഭൂമിയിളകും അഭിഷേക ശക്തിയ, ഭൂമിയിളകും അഭിഷേക ശക്തിയ, റൂഹായേ വേഗം ആഗതനാകണമേ, റൂഹായേ വേഗം ആഗതനാകണമേ. കൈകൾ ഉയർത്തി കൈയടിച്ച് പുതിയൊരു പെന്തക്കോസ്ത് ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തിൽ കാറ്റാഞ്ഞു വീശട്ടെ. ഇത് പുതിയൊരു പെന്തക്കോസ്ത് ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തിൽ കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയാ പുത്തനുണർവാ അഭിഷേക നീയൽ പൂരിതരാകട്ടെ. പുതുശക്തിയാ പുത്തനുണർവാ അഭിഷേക നീയൽ പൂരിതരാകട്ടെ. കണ്ണുകൾ അടച്ച് പ്രാർത്ഥനാപൂർവം നന്നായി കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ്. വലിയ സ്നേഹത്തോടെ ആരാധിക്കുകയാണ്. യേശുവിനെ സ്നേഹിക്കുകയാണ്. വചനമാകുന്ന സമ്പത്ത്, വചനത്തിന്റെ വലിയ നീർച്ചാൽ, പരിശുദ്ധാത്മാവാകുന്ന സമ്പത്ത്, അഭിഷേകത്തിന്റെ വലിയ നിറവ് ഓരോ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവ് വർഷിക്കും. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വിശ്വാസത്തോടെ അങ്ങ് ക്ഷണിക്കുകയാണ്. ഓ കർത്താവിന്റെ വചനമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നിറയണമേ. വലിയ സ്നേഹം വന്ന് നിറയട്ടെ, വലിയ വിശ്വാസത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം വന്ന് നിറയട്ടെ. സ്വർഗത്തിന്റെ സമ്പത്ത് ഞങ്ങളുടെ ഹൃദയമാകുന്ന ഭണ്ഡാരങ്ങളിൽ ഇപ്പോൾ നിറയട്ടെ. ആഗ്രഹിക്കുന്നു, സ്നേഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. അകതാരിൽ അഭിഷേകത്തിൽ നീർച്ചാലൊഴുകിടുക, വചനത്തിൻ
വിത്തുമുളയ്ക്കാൻ ഹൃദയമൊരുക്കിടുക. അകതാരിൽ അഭിഷേകത്തിൻ നീർച്ചാലൊഴുകിടുക. വചനത്തിൻ വിത്തുമുളയ്ക്കാൻ ഹൃദയമൊരുക്കിടുക. ദൈവശക്തിയാ വരങ്ങളും ദൈവ സ്വഭാവമാ ഫലങ്ങളും ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. പുതിയൊരു പെന്തക്കോസ്താ ദിനമാകട്ടെ, അഭിഷേകത്തിൽ കാറ്റാഞ്ഞു വീശട്ടെ. ഇത് പുതിയൊരു പെന്തക്കോസ്താ ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തിൽ കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയാ ഉണർവാ അഭിഷേക പ്രിയൻ പൂരിതരാകട്ടെ. പുതുശക്തിയാ ഉണർവാ അഭിഷേക പ്രിയൻ പൂരിതരാകട്ടെ. ഹല്ലേലൂയ 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 ഹല 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 ഹല. ഒരു പുതിയ ശക്തി വന്ന് നിറയട്ടെ. ഓ കർത്താവേ, അവിടുത്തെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി, ഒരു പുതിയ ഉണർവ്, ഒരു പുതിയ കൃപ, ഒരു പുതിയ വചനം, ഒരു പുതിയ വെളിപ്പെടുത്തൽ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് അയക്കണമേ. ആരാധന 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 ആരാധന. ഹല 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 ഹല. ഓ കർത്താവേ, ഉണർവ് നഷ്ടപ്പെട്ട്, തീക്ഷണത നഷ്ടപ്പെട്ട്, പ്രാർത്ഥന നഷ്ടപ്പെട്ട്, വിശ്വാസം നഷ്ടപ്പെട്ട്, സ്നേഹം നഷ്ടപ്പെട്ട്, എളിമ നഷ്ടപ്പെട്ട്, കർത്താവേ, ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ സമ്പത്തേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ വന്ന് നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. ഹല 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 ഹല. ആരാധന 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 ആരാധന. ഓ കർത്താവേ, അവിടുത്തെ ഹൃദയം തുറന്ന് സ്നേഹിക്കാനുള്ള വലിയൊരു സമ്പത്ത് നൽകണമേ. അവിടുത്തെ ഹൃദയം തുറന്ന് ആരാധിക്കാനുള്ള വലിയൊരു കൃപ നൽകണമേ. ആരാധന 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 ആരാധന. ഓ കർത്താവേ, ഏതെങ്കിലും തരത്തിൽ കർത്താവേ വചനം കേൾക്കാൻ പറ്റാത്ത വിധം അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഹല 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 ഹല. ആരാധന 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 ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വചനം മറക്കാതിരിക്കാൻ എന്ത് ചെയ്യണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അനേകം ആൾക്കാര് പല സാഹചര്യങ്ങളിലും കണ്ടുമുട്ടുമ്പോൾ പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സങ്കടത, അച്ഛാ, ഞാൻ എത്ര പഠിച്ചിട്ടും എത്ര വായിച്ചിട്ടും വചനം എന്ത് ചെയ്താൽ തലേ നിൽക്കുന്നില്ല. കാരണം ഞാൻ വചനം ശക്തമായിട്ട് എഴുതി പഠിക്കുന്നുണ്ട്. വചന നോട്ട്ബുക്കിലെല്ലാം എഴുതി ആയിരക്കണക്കിന് വചനം എഴുതി പഠിക്കുന്നുണ്ട്. പക്ഷേ വചനം ഓർമ്മയിലിരിക്കുന്നില്ല. ചില വ്യക്തികൾ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ബൈബിൾ പല ആവർത്തി മുഴുവൻ വായിച്ചു കഴിഞ്ഞു, പക്ഷേ വചനം ഓർമ്മയിൽ നിൽക്കുന്നില്ല. എത്ര പഠിച്ചാലും പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് മറന്നു പോവാണ്. ഇത് ഒരുപാട് പേരുടെ മനസ്സിൻ്റെ ഒരു സങ്കടമാണെന്ന് എനിക്കറിയാം. അതിനകത്ത് വൈദികരുണ്ട്, സിസ്റ്റർമാരുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, അൽമാരുണ്ട്, എല്ലാ ജീവിത ഗണത്തിൽപ്പെട്ട ആൾക്കാരുടെ ഭയങ്കര ആഗ്രഹമാണ് വചനം എല്ലാം കാണാതെ പഠിക്കണം. പക്ഷേ വചനം മനസ്സിൽ നിൽക്കുന്നില്ല. അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഇന്നത്തെ ദിവസം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ, ജെയിംസ് ചാപ്റ്റർ 1:25, അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നല്ലൊരു വെളിപ്പെടുത്തൽ നൽകുന്നുണ്ട്. നമുക്ക് വചനം വായിക്കാം. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തൻ്റെ പ്രവർത്തികളിൽ അവൻ അനുഗ്രഹീതനാവും. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യാക്കോബ് ശ്ലീഹായിലൂടെ വലിയൊരു വെളിപ്പെടുത്തൽ നൽകുകയാണ്. എന്താണ് വെളിപ്പെടുത്തൽ? കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ്
പൂർണ്ണമായ നിയമത്തെ. പൂർണ്ണമായ നിയമം എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? ഈ വചനം മുഴുവൻ. എന്നിട്ട് ഒരു വിശേഷം പറയാ, സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വചനം വെളിപ്പെടുത്താണ്, കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ്. പൂർണ്ണമായ നിയമത്തെ അത് സൂക്ഷ്മമായി ഗ്രഹിക്കും, അതിൽ സന്തോഷിക്കും, അതിന് സ്വതന്ത്രമായി തീരും. എന്നിട്ട് പറയാൻ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വലിയൊരു ജ്ഞാനം ഇതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ആർക്കാണ് വചനം ഓർമ്മയിൽ നിൽക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരമാണ് കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് വചനം ഓർമ്മയിൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ല ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വചനം ഓർമ്മയിൽ നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ ഉത്തരം. ഒരു വചനം കേട്ടാൽ ആ വചനം വേഗം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കാൻ തുടങ്ങിയാൽ, പരിശീലിക്കാൻ തുടങ്ങിയാൽ ആ വചനം പിന്നെ നമ്മുടെ ജീവിതത്തിൽ മറന്നു പോവില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് ക്ലിയർ ആവും. നമ്മൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ച രംഗങ്ങളൊക്കെ ഓർക്കുക. ചില ആൾക്കാർ ചിലപ്പോൾ 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ചെറിയ ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ, ഓരോ സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച് എന്തുമാത്രം കാര്യങ്ങളുണ്ട്. സയൻസ് പഠിച്ചു, സോഷ്യൽ സയൻസ് പഠിച്ചു, അത് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, കെമിസ്ട്രി എല്ലാം പഠിച്ചു. എൻ്റെ സഹോദരങ്ങൾ, ഈ പഠിച്ച കാര്യങ്ങളിൽ എന്തൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മയിലിരിക്കുന്നുണ്ട്? എന്തുമാത്രം മഴവില്ലുണ്ടാകുന്നത് എങ്ങനെ നമ്മൾ പഠിച്ചതല്ലേ? മണ്ണുണ്ടാകുന്നത് എങ്ങനെ അല്ലേ? ഇങ്ങനെ എന്തുമാത്രം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്നാൽ അതിനകത്ത് എന്താ ഇപ്പോൾ ഓർമ്മയിലുള്ളത്? ഓർമ്മയിലുള്ളത് എന്താണ് ഞാൻ പറയാം. അതിതാണ്, നമ്മൾ അന്ന് സ്കൂളിലും ക്ലാസ്സുകളിലും ഒക്കെ പഠിച്ചതിൽ ഏതൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പരിശീലിക്കാൻ തുടങ്ങിയത്, അതെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമാവും. ഇപ്പോൾ നമ്മുടെ അമ്മ ചെറുപ്പത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു അല്ലേ? ചിന്തിച്ച് നോക്കി. അല്ലെങ്കിൽ അപ്പൻ, പപ്പയോ മമ്മി ആരെങ്കിലും ആയിക്കോട്ടെ, അല്ലെ അപ്പൻ അമ്മ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മയിലുള്ളത്? അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പരിശീലിക്കാൻ തുടങ്ങിയത്, അത് മുഴുവൻ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഉദാഹരണം പറയാം. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ വേണ്ടി നമ്മുടെ അമ്മ നമുക്ക് തന്ന ട്രെയിനിങ് ഓർക്കുക. ഈ എത്ര പ്രാവശ്യം പല്ല് തേപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? കുറച്ച് അന്നേരം അതിൻ്റെ ആദ്യ കാലഘട്ടം പല്ല് തേക്കുമ്പോൾ കുറച്ച് സംഗതികളെ ഉള്ളിലോട്ട് പോയി, പിന്നെ തുപ്പാൻ അറിയത്തില്ല. എത്ര ട്രെയിനിങ് തന്നു, അത് നമ്മൾ മറന്നിട്ടില്ലെന്നപ്പോൾ. കാരണം എന്താ? അത് നമ്മുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് തന്നു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം? അപ്പോൾ അതിനകത്ത് എങ്ങനെയൊക്കെ ഒരു ക്ലോസറ്റ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ വാഷ് ബേസിൻ എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പരിശീലിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പരിശീലിക്കാൻ തുടങ്ങിയ ഒരൊറ്റ കാര്യം നമ്മൾ മറന്നു പോയിട്ടില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യാക്കോബ് ശ്ലീഹ പറയാണ്, കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ അല്ലേ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൂർണ്ണമായ നിയമം എന്ന് പറഞ്ഞാൽ വചനത്തെ മുഴുവൻ. അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേൾക്കും, പിന്നെ അതിനകത്ത് കുറേ കാര്യം മറന്നു പോകും. ഇത് പൂർണ്ണമായ നിയമത്തെ, സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ. ചിലപ്പോൾ ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛൻ എന്താ ഫുൾ ടൈമിന് ഹാപ്പി ആയിരിക്കുന്നത്? അതിന് കാരണമുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കാൻ തുടങ്ങുന്നിടത്തോളം കാലം നമുക്ക് നല്ല സ്വാതന്ത്ര്യം, നമുക്ക് നല്ല സന്തോഷം കർത്താവ് നൽകി അനുഗ്രഹിക്കും. കാരണം ഓരോ വചനം നമുക്ക് ഡെലിവറൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അതേ വചനത്തിൽ അവസാനത്തിൽ യാക്കോബ് ശ്ലീഹ പറയാണ്, അങ്ങനെ ചെയ്യുന്നവരാണ് ആ വചനത്തിൽ ഉറച്ചു നിൽക്കുക. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇത് മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 24-25 വാക്യങ്ങളിൽ ഈശോ മിശിഹ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. Gospel of St. Matthew chapter 7 verse 24 and 25. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യരായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല,
എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ ഈശോ മിശിഹ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ അവൻ ഉറച്ചു നിൽക്കുന്നവനാണ്. അവൻ മറന്നു പോകുന്നവനല്ല. അവൻ ആ വചനമാകുന്ന പാറമേൽ ഉറപ്പോടെ നിൽക്കുന്നവനാണ്. ഇത് തന്നെയാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അവനാണ് ഉറച്ചു നിൽക്കുക. അതുകൊണ്ട് ഈശോ വളരെ സങ്കടത്തോടു കൂടി ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ ഈശോ വളരെ സങ്കടത്തോടെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സ് 46. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതൊരു നാടൻ രീതിയിലുള്ള ഒരു സംഭാഷണം പോലെ ഈശോ പറഞ്ഞിരിക്കുക. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് ദേഷ്യം വരാൻ പാടില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും, നമ്മൾ പറയും നീ എന്നെ പപ്പാന്ന് വിളിക്കണ്ട, നിന്നെ മമ്മീന്ന് വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചില സെൻറ്റൻസുകളൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാം. കാര്യമായിട്ടുള്ള സെൻറ്റൻസ് അല്ലെങ്കിലും എന്ന് പറയുന്നത് പോലെ കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്. ശരി, ഞാൻ കർത്താവാണ്, സമ്മതിച്ചു. പക്ഷേ അങ്ങനെ നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ പറയുന്ന ഈ വചനങ്ങൾ അനുസരിക്കുന്നില്ല? അല്ലേ? അതാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞത്, കേട്ടത് മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് അത് മനസ്സിലാക്കണമെങ്കിൽ യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ തന്നെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ, ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 22 and 23 നമുക്ക് നന്നായിട്ട് വചനം വായിക്കാം. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവിൻ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. വചനം വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരുപാട് ടോക്കുകൾ കേൾക്കുന്നുണ്ട് അല്ലേ, കൺവെൻഷൻ കൂടുന്നുണ്ട്, ഞായറാഴ്ച കുർബാന മധ്യത്തിലുള്ള പ്രസംഗം കേൾക്കുന്നുണ്ട്, അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ ടോക്ക് കേൾക്കുന്നുണ്ട്, മറ്റ് പല ഫേസ്ബുക്ക് എല്ലാത്തിലും ഒരുപാട് ശുശ്രൂഷകളും കാര്യങ്ങളെല്ലാം നമ്മൾ സംബന്ധിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അത് അനുവർത്തിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ച് ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ആത്മവഞ്ചകൻ. എന്നിട്ട് പറയുന്ന ഉദാഹരണം നോക്കിയേ. ഉദാഹരണം പറയുകയാണ്, ഒരാളുടെ മുഖം കണ്ണാടിയിൽ നമ്മൾ മുഖം കണ്ട്, അങ്ങനെ മുഖം കണ്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ സഹോദരൻ, നമ്മളിപ്പോൾ കണ്ണാടി പിടിച്ച് നോക്കുക. അങ്ങനെ കണ്ണാടി പിടിച്ച് നോക്കുന്ന സമയത്ത് കണ്ണാടിയിൽ നമ്മുടെ മുഖം കണ്ട്, അപ്പോൾ മുഖത്തിൽ ഇവിടെ ഒരു അഴുക്കിരിപ്പുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ അഴുക്കിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഉടനടി ഒരു ആക്ഷൻ എടുക്കും, ശരിയല്ലേ? എന്നാൽ കണ്ണാടി നോക്കുമ്പോൾ അഴുക്കുണ്ടെന്ന് കണ്ട് അത് സാരമില്ല, അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പോവുമോ? ആരെങ്കിലും പോവുമോ? അപ്പം തന്നെ ആക്ഷൻ എടുക്കും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്താണ്, ഓരോ വചനം ഓരോ കണ്ണാടിയാണ്. നമ്മൾ ഓരോ വചനം വായിക്കുമ്പോൾ നമ്മുടെ മുഖം, നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം കാണാനുള്ള കണ്ണാടിയാണ് ഓരോ വചനവും. എന്നിട്ട് ആ വചനത്തിനനുസരിച്ചാണോ എൻ്റെ ജീവിതം? കണ്ണാടിയെ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന നല്ലൊരു രൂപമുണ്ട് അല്ലേ, നമ്മുടെ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുള്ളായ രൂപമുണ്ട്. ആ രൂപത്തിന് വിരുദ്ധമായ ഒരു കാര്യമാണ് കിടക്കുന്നെങ്കിൽ നമ്മൾ അപ്പോൾ അവിടെ ആക്ഷൻ എടുക്കും അല്ലേ. ചിലപ്പോൾ മുഖം കഴുകും, മുഖം തുടയ്ക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ മാറ്റിക്കളയും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. എന്നിട്ട് കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, ഇതേപോലെ വചനം ഒരു കണ്ണാടിയാണ്. ആ വചനം വെച്ച് നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടു, ഞാൻ ഈ വചനത്തിൽ പറയുന്നത് പോലെ അല്ല ജീവിക്കുന്നതെങ്കിൽ ഈശോ ചോദിക്കുകയാണ്, എന്തുകൊണ്ടൊരു ആക്ഷൻ എടുക്കുന്നില്ല? അതാണ് ഈശോ ചോദിച്ചത്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷെ ഞാൻ പറയുന്ന എന്തുകൊണ്ട് പാലിക്കുന്നില്ല? അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, വചന ഓർമ്മയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വചനം കണ്ടാൽ ആ വചനവും നമ്മുടെ ജീവിതം തമ്മിൽ ഒന്ന് ഒത്തു നോക്കണം. അങ്ങനെ ഒത്തു നോക്കി കഴിയുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വേഗം തന്നെ ആ പ്രോബ്ലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്ന വിധത്തിൽ ഒരു പ്രവൃത്തി നമ്മൾ ആരംഭിച്ചാൽ അപ്പോൾ ആ വചനം നമ്മുടെ ഉള്ളിലായി, പിന്നെ വചനം ഒരിക്കലും മറക്കില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില ഉദാഹരണങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ വളരെ രഹസ്യമുള്ള കാര്യങ്ങളാണ്, പരസ്യമാക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം 1:19,
ഞാൻ ആ വചനം വായിച്ചു. ആ വചനം വെച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ബോധ്യമായി ഈ വചനപ്രകാരമല്ല എൻ്റെ ജീവിതം, കുറച്ച് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് കുമ്പസാരത്തിലേക്ക് നീങ്ങാം. ഞാൻ ഇപ്പോൾ ബഹുമാനപ്പെട്ട സേവക വട്ടാലച്ചൻ്റെ കൂടെ ഇത്രയും വർഷക്കാലം ശുശ്രൂഷകൾ ചെയ്തു. അങ്ങനെ ശുശ്രൂഷകൾ ചെയ്ത് ഞാൻ പിന്നെ ഈ ഒരു ബോധ്യം മനസ്സിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓരോ വചനവും വെച്ച് ജീവിതത്തെ പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ദിവസത്തിൽ എത്ര വചനം ലംഘിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നറിയാമോ? പക്ഷെ നമ്മളത് അറിയുന്നില്ല. ഞാൻ ഒരു ഒന്നര ഉദാഹരണം കാണിച്ചു തരാം. യാക്കോബ് 1:19 1:19 അവിടെ വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: എൻ്റെ പ്രിയ സഹോദരരെ ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു വചനമാണ്. ഈ വചനം വെച്ച എൻ്റെ ജീവിതത്തെ എൻ്റെ കണ്ണാടിയാണ് ഈ വചനം. അത് വെച്ച് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് വലിയ പ്രശ്നമുണ്ട്. അവസാനം പറഞ്ഞാൽ കോപിക്കുന്നതിൽ മന്ദഗതി. എനിക്കാണ് കോപിക്കുന്നതിൽ സ്പീഡ് ഗതിയാണ്. പിന്നെയോ സംസാരിക്കുമ്പോൾ ഭയങ്കര തിടുക്കം അല്ലേ? പിന്നെ വചനം പഠിപ്പെടുന്നതാണ് കേൾക്കുന്ന സന്നദ്ധത. ഇപ്പം ഞാൻ വെച്ച് നോക്കുമ്പോൾ ഈ വചനം വെച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ദൈവമേ ഈ വചനം ലംഘിച്ചിട്ടാണല്ലോ ഞാൻ ജീവിക്കുന്നത്. ഉടനെ പെട്ടെന്ന് അനുതാപത്തിലേക്ക് വരുന്നു, പെട്ടെന്ന് കുമ്പസാരിക്കുന്ന. അതിനുശേഷം പിന്നെ ഓരോ സാഹചര്യങ്ങളും വരുമ്പോൾ ഒരു പരിശ്രമം നടത്തുകയാണ്. കോപിക്കുന്നതിൽ മന്ദഗതിയാവണം, അങ്ങനെ കോപം വരാൻ പാടില്ല. അത് ഓർമ്മയിൽ നിൽക്കുകയാണ്. പിന്നെയോ സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാൻ പാടില്ല, അത് ഓർമ്മയിൽ നിൽക്കുകയാണ് അല്ലേ? കേൾക്കുന്നതിൽ നല്ല സന്നദ്ധത വേണം, അത് ഓർമ്മയിൽ നിൽക്കുകയാണ്. അതാണ് കേട്ടത് മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് ആ വചനത്തെ പൂർണ്ണമായി ഗ്രഹിക്കാനും ഉറച്ചു നിൽക്കാനും മറക്കാതിരിക്കാനും പറ്റുള്ളൂ. വേറെ വചനം എൻ്റെ ശ്രദ്ധയപ്പെട്ടു. അത് പത്രോസിലെ ലേഖനത്തിലാണ്. 1 പത്രോസ് 2:17 1 Peter chapter 2:17 അവിടെ വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവിൻ, നമ്മുടെ സഹോദരരെ സ്നേഹിക്കുവിൻ, ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിക്കുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ് എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുമെന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഭരണാധികാരിയെ ബഹുമാനിക്കണം ഓക്കെ അല്ലേ? സഹോദരങ്ങൾ ബഹുമാനിക്കണം ഓക്കെ. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ വചനം അതല്ല, എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണം. ഫിലിപ്പി ലേഖനത്തിലുള്ള വചനം നിങ്ങൾക്കറിയാം, എല്ലാ മനുഷ്യരെയും തങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കരുതണം. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ വചനം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുന്നില്ല, എല്ലാ മനുഷ്യൻ ഞാൻ ബഹുമാനിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്തു? വേഗം അനുദപിച്ചു, കുമ്പസാരിച്ച്, കർത്താവിനെ ഏറ്റു പറഞ്ഞ് തീരുമാനമെടുത്തു. അതിനുശേഷം ഞാൻ നോക്കി, ഞാൻ നടന്നു വഴിക്ക് ചിലപ്പോൾ ജോലിക്കാരായിരിക്കും, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ എന്ത് ചെയ്തു? വേഗം തന്നെ അവരെ കാണുമ്പോൾ ഒരു ബഹുമാനം, ഒരു ആദരം അറിയാതെ മനസ്സിൽ നിന്ന് വരികയാണ്. അപ്പോൾ നോക്കിയേ, വചനം ഉള്ളിൽ കിടന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. നമുക്ക് ഭയങ്കര ഫ്രീഡമാണ്, ഭയങ്കര ആത്മീയ സന്തോഷം കിടന്ന് നമ്മൾ നിറയും. അങ്ങനെ ഓരോ വചനം വെച്ച് ജീവിതത്തെ നോക്കിയാൻ തുടങ്ങിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ സഹോദരങ്ങളെ, ആ വചനം പിന്നെ ഒരിക്കലും മറക്കില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്കിത് പരിശുദ്ധാത്മ നൽകിയൊരു ബോധ്യമാണ്. ഇത് പരിശുദ്ധാത്മ നൽകിയ ബോധ്യമായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ച് പരിശീലിക്കുകയാണ്. എല്ലാത്തിലും വിജയിക്കുന്നില്ല, കുറച്ചേ ഉള്ളൂ. എങ്കിൽ പോലും ഞാൻ ഇങ്ങനെ ഓരോ വചനങ്ങൾ ഇങ്ങനെ പരിശീലിക്കാൻ ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വർഷം ജനുവരി മാസത്തിൽ തിരുവചന ഞായർ സഭയിൽ ആഘോഷിക്കുമ്പോൾ, ദൈവവചനത്തിന് ഞായർ എന്ന് പറഞ്ഞൊരു ഞായറാഴ്ചയുണ്ട്. ആ ആഴ്ചയിൽ സൺഡേ ശാലോമിൽ ലേഖനം വന്നിരുന്നു. ആ ലേഖനത്തിൽ ഒരുപാട് ബൈബിൾ വചനങ്ങൾ കാണാതെ അറിയാവുന്ന ഒരു അനുഗ്രഹീത ദാസൻ ബൈബിൾ വചനങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പരിശീലിക്കുന്ന കാര്യത്തിന് വലിയൊരു ഉറപ്പ് നൽകി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ബൈബിളിൽ 20 പുസ്തകങ്ങൾ കാണാതെ അറിയാം. ബൈബിൾ 20 പുസ്തകങ്ങൾ കാണാതെ അറിയാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ബൈബിൾ വചനങ്ങൾ മനഃപ്പാഠമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന, തിരുത്താൻ ആഗ്രഹിക്കുന്ന ബൈബിളിലെ വചനങ്ങൾ കണ്ടെടുത്ത് പഠിക്കുക. അത് നിങ്ങൾ ഒരിക്കലും മറന്നുപോകുകയില്ല. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന മെത്തഡോളജിയാണത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനാണെങ്കിൽ എളിയരുത് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെനിക്ക് ഭയങ്കര ഒരു കൺഫർമേഷനായി സഹോദരങ്ങളെ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ ഈ വചനം കേട്ടു അല്ലെ? ഈ ഒരു അഭിഷേകത്തെ വചന ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അവസാനിപ്പിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം എൻ്റെ സഹോദരങ്ങളെ? വേഗം തന്നെ, അല്ലെങ്കിൽ ഇന്ന് തന്നെ, അല്ലെങ്കിൽ നാളെ തന്നെ, ഉടനെ തന്നെ ഓരോ വചനവും വായിച്ചു കഴിയുമ്പോൾ ആ വചനവും ഞാനും തമ്മിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കണം. അതിനകത്ത് പ്രശ്നമുണ്ടെങ്കിൽ വേഗം തന്നെ ഒരു ആക്ഷൻ എടുക്കുക. പിന്നെ ഒരിക്കലും വചനം മറന്നുപോയല്ല. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത്. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ്. പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഓരോ ദിവസവും ബൈബിൾ വായിക്കാൻ ഭയങ്കര ആനന്ദമാണ്. കാരണം എന്താ? ഓരോ വചനം വെച്ച് നമ്മുടെ ജീവിതത്തെ നോക്കുകയാണ്. ഓരോ വചനം ഒരു കണ്ണാടി എന്ന പോലെ നമ്മുടെ ജീവിതത്തെ നേരിട്ട് കാണാം. പെട്ടെന്ന് ആക്ഷൻ എടുക്കുക. ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസം വരും, സ്വഭാവങ്ങൾ ഒരുപാട് വ്യത്യാസം വരും എന്ന് മാത്രമല്ല, ആ വ്യത്യാസം വരുത്തുന്നതിന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച ആ വചനം ഒരിക്കലും മറന്നുപോയല്ല. അത് പക്ഷി കൊത്തിയല്ല, അത് മുൾച്ചെടി വന്ന് ഞെരുക്കുകയല്ല, അത് വേറെ പിന്നെ പാറപ്പുറത്ത് വീണവർ വേരത്ത് കരിഞ്ഞു പോവില്ല. ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ, സാത്താൻ മോഷ്ടിക്കാതെ, അത് വലിയൊരു കൃപയുടെ അഭിഷേകമായി കർത്താവ് മാറ്റും. പ്രിയമുള്ള സഹോദരങ്ങളെ, തുടർന്ന് വരുന്ന ആരാധനയുടെ സമയത്ത് ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു അഭിഷേകം കർത്താവിനെ നമുക്ക് ചോദിക്കാം. നമ്മൾ എത്ര തീരുമാനമെടുത്താലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളെ സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ആരാധന സമയത്ത് നമുക്ക് ഒരുമിച്ച് നന്നായി പ്രാർത്ഥിക്കാം. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്നരുളി ചെയ്ത കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ അൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്ന സമയമാണ്. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന കർത്താവേ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. ഞങ്ങളുടെ കുടുംബങ്ങളുടെ തകർച്ചകളിൽ അവിടുന്ന് ഇടപെടാൻ മതിയായവനാണ് കർത്താവ്. ഞങ്ങളുടെ രോഗങ്ങളെ അവിടുത്തേക്ക് സുഖപ്പെടുത്താൻ പറ്റും, ഞങ്ങൾ വിശ്വസിക്കുന്ന ഏറ്റു പറയുന്നു കർത്താവ്. ഞങ്ങളുടെ പൈശാചിക ബന്ധനങ്ങളെ തകർത്തെറിയാൻ അവിടുത്തേക്ക് പറ്റും, ഞങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ അങ്ങേക്ക് പറ്റും കർത്താവ്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. വലിയൊരു വിടുതൽ കർത്താവ് തരും. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല 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 ഹല. ഓ കർത്താവേ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അവിടുന്ന് എല്ലാത്തിനും ഇടപെടാൻ മതിയായവനാണ് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഓ കർത്താവേ, ഇപ്പോൾ കൈകൾ ഉയർത്തി ചങ്കപ്പെട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഓരോ കുടുംബങ്ങളെയും, ഓരോ ദാസിദാസന്മാരെ ശല്യം ചെയ്യുന്ന എല്ലാ തടസ്സങ്ങളെ, ആധിപത്യങ്ങൾ, പൈശാചിക പീഡകൾ, രോഗപീഡകൾ, കർത്താവ്, സാമ്പത്തിക തകർച്ചകൾ, എല്ലാ തരത്തിലും ദുരിതങ്ങളും, ബന്ധനങ്ങളും, ആധിപത്യങ്ങളും, രോഗപീഡകളും, ശല്യങ്ങളും, ഹൃദയത്തിലുള്ള കോപം, നിരാശ, സങ്കടം, ഭയം, കുറ്റബോധം, ആത്മഹത്യ ചിന്തകൾ തുടങ്ങിയ പൈശാചിക പീഡകളും കെട്ടുകളും കർത്താവേ, ഇവരുടെ കുടുംബജീവിതത്തിന്റെ പരാജയം ആഗ്രഹിച്ച് കർത്താവ് നിൽക്കുന്ന സകല ദുഷ്ടാര്യങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നിയിൽ നിപതിക്കുക. യോഗത്തെ ശാസിക്കുന്നു. കുടുംബത്തിന്റെ തകർച്ചയുടെ കണ്ണുകൾ ഈശോവിനെ അഴിച്ചു പിടിപ്പിക്കുന്നു. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം. കുടുംബങ്ങളിൽ നാളുകളായി തടസ്സങ്ങളുണ്ടാക്കുന്ന കെട്ടുകൾ ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ വിട്ടൊഴിഞ്ഞ് വിട്ടുതൽ സ്ഥാപിക്കട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയേ, മരണത്തെ ജയിച്ചവനേ, ഈശോയേ, മരണത്തെ ജയിച്ചവനേ,